കഫ് സിറപ്പ്. പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ ഉപയോഗിച്ചിരിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ന്യൂസ് മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യമാണ് കഫ് സിറപ്പ്. ഒരു ചുമ എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണം മാത്രമാണ്. അതിന്റെ പിറകിലുള്ള രോഗം ഏതാണെന്നനുസരിച്ചാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. എല്ലാ രോഗത്തിനും അല്ലെങ്കിൽ എല്ലാ ചുമയ്ക്കും കഫ് സിറപ്പ് ആയിരിക്കണം എന്നില്ല ട്രീറ്റ്മെന്റ്. ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിന്റെ പുറകെ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് ഇതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും കഫ് സിറപ്പിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, ചുമ എന്ന് പറയുന്ന ഒരു രോഗലക്ഷണമാണ്. ഈ രോഗലക്ഷണത്തിന്റെ പിറകിലുള്ള അസുഖം എന്താന്നുള്ളത് അത് പലതരമാകാം. അതിന് എല്ലാത്തിനും കഫ് സിറപ്പ് ആയിരിക്കണം എന്നില്ല ട്രീറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ഡോക്ടറിനെ കണ്ട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഒരിക്കലും കഫ് സിറപ്പ് മേടിക്കരുത്. രണ്ടാം ശ്രദ്ധിക്കേണ്ടത്, ആ കിട്ടിയ പ്രിസ്ക്രിപ്ഷൻ വെച്ച് അടുത്തൊരു പ്രാവശ്യം ചുമ ഉണ്ടാകുമ്പോഴത്തേക്കും അതിന് അതേ മരുന്ന് ചെന്ന് ഫാർമസിയിൽ നിന്ന് മേടിക്കരുത്. വേറൊരു കുട്ടിയുടെ കഫ് സിറപ്പ് എടുത്ത് നമ്മുടെ കുട്ടിക്ക് കൊടുക്കരുത്. കാരണം എഗെയിൻ ആ കഫ് സിറപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല ആ ഒരു അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ്. മൂന്നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മേടിക്കുന്ന കഫ് സിറപ്പിന്റെ ബോട്ടിൽ കറക്റ്റായിട്ട് സീൽ ഉണ്ടോ എന്നുള്ളതും കറക്റ്റ് എക്സ്പയറി ഡേറ്റും ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം മേടിക്കുക. നാലാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കഫ് സിറപ്പിന്റെ ഡോസ് നമ്മൾ കറക്റ്റ് മെഷറിംഗ് കപ്പിൽ എടുത്ത് വേണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ചില സമയങ്ങളിൽ കുട്ടിക്ക് ചുമ ഭയങ്കര കൂടുതലാണെന്ന് തോന്നുമ്പോൾ നമ്മൾ ഈ കഫ് സിറപ്പ് ചിലപ്പോൾ 5 ml കൊടുക്കേണ്ട അടുത്ത് നല്ല ചുമയാണുള്ളതുകൊണ്ട് 10 ml കൊടുക്കാം എന്ന് ഒരിക്കലും ചെയ്യരുത്. ആ ഡോസ് കറക്റ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിന്റെ ഡ്യൂറേഷനും ചിലപ്പോൾ 8 മണിക്കൂർ കൂടുമ്പോൾ ആയിരിക്കും, ചിലപ്പോൾ 12 മണിക്കൂർ കൂടുമ്പോൾ ആയിരിക്കും. ആ ഡ്യൂറേഷനും കറക്റ്റ് ആയിട്ട് ഡോക്ടർ പറയുന്ന അനുസരിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. അഞ്ചാമത്തത്, ഈ കഫ് സിറപ്പ് നമ്മൾ മേടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ സ്റ്റോറേജ് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ചില സിറപ്പുകൾ റൂം ടെമ്പറേച്ചറിൽ വേണം വെക്കാൻ, ചില സിറപ്പുകൾ ചിലപ്പോൾ ഫ്രിഡ്ജിലായിരിക്കും വെക്കേണ്ടത്. അത് അതിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ അത് അടപ്പ് ടൈറ്റ് ആയിട്ട് തന്നെ അടച്ച് തന്നെ സൂക്ഷിക്കുക. ആറാമത് ശ്രദ്ധിക്കേണ്ടത്, ചില സമയങ്ങളിൽ ഡോക്ടർ അടുത്ത പ്രാവശ്യം ഇതേപോലെ ചുമ ഉണ്ടാവുമ്പോൾ ഇതേ മരുന്ന് കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മരുന്ന് വീട്ടിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ എടുത്ത് നോക്കുക. നമ്മൾ എടുത്തിട്ട് അതിന്റെ സീല് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ സീൽ ചെയ്തിട്ടുണ്ടോ, അതിന്റെ ചുറ്റും അതിന്റെ വായുഭാഗത്തോ അല്ലെങ്കിൽ ഉൾഭാഗത്തോ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടോ എന്നുള്ള ശ്രദ്ധിക്കുക. ലൈക്ക് വെള്ള പാച്ചുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ച കളറോ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കഫ് സിറപ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ് നല്ല സിഗ്നിഫിക്കൻസ്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ ഉപയോഗിച്ചിരിക്കണം. അപ്പൊ നമ്മൾ അടുത്തൊരു ചുമ വന്നത് ചിലപ്പോൾ 1.5 മാസം കഴിഞ്ഞിട്ടാണ്, 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ കഫ് സിറപ്പ് കൊടുക്കാൻ പറ്റില്ല. പുതിയൊരു കഫ് സിറപ്പ് മേടിക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ചില അസുഖങ്ങൾക്ക് കഫ് സിറപ്പ് തന്നെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഉള്ളത്. അപ്പൊ അത് കറക്റ്റ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ അതിനെ ചികിത്സ തേടുക. ഡു നോട്ട് പാനിക്, സ്റ്റേ സേഫ്. കാരണം നിങ്ങളുടെ ആരോഗ്യം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു.